ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആയ എനിക്ക് അടുത്ത സിനിമ കിട്ടും, ഉറപ്പായിട്ടും നമ്മൾ ഒരുമിച്ച് ചെയ്യും. പക്ഷെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആക്കേണ്ടത് ഇപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അടുത്ത സിനിമയിൽ ശരിക്കും നിങ്ങൾ പറയുന്നത് വിഷ്ണു ഗോവിന്ദന്, അത് വിഷ്ണു ഗോവിന്ദാണ് സൗണ്ട് ഡിസൈനർ. ഞാൻ ഒരു കാലഘട്ടത്തിൽ വീട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നത് അയാൾ അത്രയും നല്ല സിനിമകൾ ചെയ്തുകൊണ്ടാണ്. കാരണം എന്റെ വീട്ടിലെ വിചാരം ഞാൻ എന്തോ കൊച്ചിയിൽ പോയി വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇയാളുടെ സിനിമകളൊക്കെ ഇറങ്ങി ഭയങ്കര അപ്രിസിയേഷൻ കിട്ടും. ബന്ധുക്കളൊക്കെ കാണുമ്പോൾ വിഷ്ണു ഗോവിന്ദൻ എന്നാ പേര്. അപ്പൊ ഭയങ്കര എന്നെ വിളിച്ചിട്ട് പറയും സന്തോഷം. കാരണം എനിക്ക് ഒരുപാട് പടത്തിന് അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ട്. പുള്ളി ചെയ്ത ഒരുപാട് പടത്തിന് ഞാൻ ക്രെഡിറ്റ് മേടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ആദ്യമൊക്കെ നമ്മൾ തിരുത്താൻ ശ്രമിക്കും, രണ്ടാമത്തെ വർഷം നിലനിൽപ്പല്ലേ ഇവരെന്ത്, അപ്പൊ നമ്മൾ ഓക്കെ പറയും അതന്നെ ഞാൻ തന്നെ. കാരണം വൈഫിന്റെ ആന്റി ഷിയോസ് ഇൻ IIT, പുള്ളിക്കാരി ഈ പടം കണ്ട് ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്തിട്ട് പോലുമില്ല, ഇല്ലാന്ന് പറഞ്ഞാൽ എന്തിനാ കുറ്റം പറയുന്നത് ഞാൻ ഓക്കെ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഏറ്റവും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള 2-3 പേരാണ്. ഒന്ന് വിഷ്ണു ഗോവിന്ദൻ സൗണ്ട് ഡിസൈനർ, പിന്നെ ഒന്ന് വിഷ്ണു ഗോവിന്ദൻ ആക്ടർ. സോ അവർക്കൊക്കെ കിട്ടുന്ന അപ്രിസിയേഷൻ ഞാൻ മേടിച്ചുകൊണ്ടിരുന്നതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അവർ ഇനിയും നല്ല സിനിമകൾ ചെയ്യട്ടെ. ക്രെഡിറ്റ്സ് എന്റെ ഫാമിലി മെമ്പേഴ്സ് എനിക്ക് തരട്ടെ. പക്ഷെ തിരിച്ച് ഈ പടം അനൗൺസ് ചെയ്തപ്പോ എല്ലാം വിഷ്ണു ഗോവിന്ദനും പോയി. ടീച്ചർ കണ്ടിട്ട് സൗണ്ട് ഡിസൈൻ നന്നായിരുന്നു, വിഷ്ണുവിന്റെ വർക്കല്ലായിരുന്നു. ശരിക്കും സൗണ്ട് ഡിസൈൻ ചെയ്തത് രംഗേട്ടനാണ്. വൺ ഓഫ് ദ അമേസിംഗ് ആർട്ടിസ്റ്റ് ഇൻ കേരള. അയാൾ ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ടും അത്രയും വലുതാണ്. അപ്പൊ ഈ സിനിമയുടെ സൗണ്ട് ഡിസൈനർ രംഗേട്ടനാണ്. ഇതുവരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. സച്ചൻ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അടുത്ത സിനിമയിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തരാം. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആയ എനിക്ക് അടുത്ത സിനിമ കിട്ടും, ഉറപ്പായിട്ടും നമ്മൾ ഒരുമിച്ച് ചെയ്യും. പക്ഷെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആക്കേണ്ടത് ഇപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അടുത്ത സിനിമയിൽ ചാൻസ് വേണമെങ്കിൽ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആക്കി തരണം. സോ ഉറപ്പായിട്ടും ഈ സിനിമ കണ്ടു കഴിയുമ്പോ അത് തോന്നും. ഉറപ്പായിട്ടും ഈ സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ അടുത്ത സിനിമ ഉണ്ടാവും, ഉറപ്പായിട്ടും പരിഗണിക്കാം. എനിക്ക് നോ പറയാൻ ഭയങ്കര വിഷമമുള്ളതാണ്. ഞാൻ എനിക്ക് പറയാറില്ല, മിനിമം ഞാൻ ഓടിയൊക്കെ രക്ഷപ്പെടാറുണ്ട് ആ മൊമെന്റിൽ. ഭയങ്കര വിഷമമാവും. കാരണം എൻ്റെ അടുത്ത് ഒരുപാട് നോകൾ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് കറക്റ്റായിട്ടുണ്ട്. ഞാൻ മാക്സിമം നോകൾ പറയാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. കടലിന്റെ നടക്കുവരുള്ളൂ. പക്ഷെ നീലിക്കൊല്ലിലേക്ക് കയറുമ്പോ എങ്ങനെയുണ്ട്? ഞാനല്ലല്ലോ പറയണ്ടേ, അത് പടം ഇറങ്ങുമ്പോ നിങ്ങളല്ലേ പറയണ്ടേ. പടം നല്ല പോസിറ്റീവായിട്ട് സംഭവിക്കട്ടെ. ഇടിയില് കിൻഡൽ വെയിറ്റ് വന്നിട്ടില്ലെങ്കിൽ അത് പെപ്പയുടെ പ്രശ്നമല്ല, അത് എന്റെ, സാലുവിന്റെ, ഞങ്ങളുടെ സൗണ്ട് ഡിസൈനറിന്റെ, മ്യൂസിക് ഡയറക്ടറിന്റെ പ്രശ്നമാണ്. ഞങ്ങൾ 4 പേരും വൃത്തിയായിട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ആ കിൻഡൽ ഫീൽ ചെയ്യും. അപ്പൊ ആ പണി ടീച്ചർ വർക്കായിട്ടുണ്ട്. ഞങ്ങള് എടുത്ത് എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റ് ഉണ്ട് ശ്രീധരൻ വരച്ച ഓരോ, ശരിക്കും ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചാൽ പെപ്പയുടെ ട്രാൻസ്ഫോർമേഷനിലേക്ക് പറയുമ്പോൾ 96 സംതിങ് 22ലേക്ക് 74ലേക്ക് പുള്ളി എത്തിയത്. അപ്പം പുള്ളി എത്തിയത് ഈ 96 ആയിരുന്നപ്പോ ശ്രീധരൻ വരച്ച ആ വരയിലേക്കാണ് പുള്ളി എത്തിയത്. ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് പെപ്പയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര സന്തോഷമുള്ള. പിന്നെ പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, കാരണം ഞങ്ങള് സിനിമ തുടങ്ങുന്ന സമയത്ത് അതായത് പടം ഒന്നും ചെയ്യാത്ത ഞാൻ, കാതലൊക്കെ ചെയ്ത സാലു, ആവാസ വ്യൂഹം ചെയ്ത ചെറുപടം, ഞങ്ങളെല്ലാരും പെപ്പേനെ വെച്ചിട്ട് ഒരു ബോക്സിംഗ് ഫിലിം ചെയ്യാൻ പോകുന്നു. അപ്പൊ ഇതൊക്കെ നടക്കൂടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ത്രൂ ഔട്ട് കേട്ടിരുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടിരുന്നത് ഒറ്റ പേരാണ് സിനിമയിലെ ജസ്റ്റിൻ വർഗീസ്. ആ പേര് ഭയങ്കര, കാരണം ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ഇതിന്റെ മ്യൂസിക്കാണ്. അയാളുടെ ഏറ്റവും നല്ല പണി എടുത്തിട്ടുണ്ട് പുള്ളി. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ നല്ല മൊമെന്റ്സ്, ആക്ഷനിലെ നല്ല മൊമെന്റ്സ് ഭയങ്കരമായിട്ട് മ്യൂസിക്കലി എലിവേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ സിനിമയിലെ ഏറ്റവും വലിയ പേര് ജസ്റ്റിൻ വർഗീസ് ആണ്. അപ്പോൾ യു ക്യാൻ എക്സ്പീരിയൻസ് ദ മ്യൂസിക് ഇൻ ഗുഡ് തിയേറ്റേഴ്സിൽ കണ്ട ആ മ്യൂസിക് ഭയങ്കരമായിട്ട് വർക്കാവും.